നമസ്കാരം പ്രിയമുള്ളവരെ, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തെ വിതരണമെല്ലാം കാത്തിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പെൻഷൻ വാങ്ങുന്നവരെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളും മാറ്റങ്ങളും അത് ഈ വീഡിയോയിലൂടെ ചുരുക്കത്തിലൊന്ന് ഷെയർ ചെയ്യുകയാണ്. അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നിലവിൽ സർക്കാരിൻ്റെ 5 ഗ്യാരണ്ടികളിലൊന്ന് ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കി അടിസ്ഥാനമാക്കി വിതരണം ചെയ്യും എന്നുള്ള രീതിയാണ്. ഈ ക്ഷേമ പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ 6 മാസത്തിനകം 5 ഗ്യാരണ്ടികൾ നടപ്പിലാക്കുമെന്നൊക്കെ തന്നെയായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ വരുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ ജൂൺ 19 ബഡ്ജറ്റ് നടക്കുന്നത്. സംസ്ഥാന ബഡ്ജറ്റിൽ തുക വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാകും. അത് ഏതോ മാസം മുതലാണ് നടപ്പിലാക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ വരുന്നതാണ്. ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ എല്ലാ പെൻഷൻ വാങ്ങുന്ന ആളുകളെയും, അതായത് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങളെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ്. 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കായിരിക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക. അതായത് ഈ പ്രത്യേക വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോഴും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചാണ്. നിലവിൽ ഒരുപാട് ആളുകൾ ഈ വർഷത്തെ മസ്റ്ററിങ്ങിൻ്റെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നിലവിൽ വാർഷിക മസ്റ്ററിങ് ആയിട്ടില്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വാർഷിക മസ്റ്ററിങ് സാധാരണ മഴക്കാലമെല്ലാം പിന്നിട്ട ശേഷമാണ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ശേഷം, അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ സംസ്ഥാനത്തെ വാർഷിക മസ്റ്ററിങ് ആരംഭിക്കുക. പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷനിലൂടെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ ഒരു സമയത്താണ് ചില ഗുണഭോക്താക്കളൊക്കെ പുറത്താവുന്നതും. അതായത് ചിലർ നാട്ടിലില്ലാത്തത് മൂലം പുറത്താവുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ചിലർ മരണപ്പെട്ടിട്ടും പേര് നീക്കം ചെയ്യാത്തത് മൂലം ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിലവിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വാർഷിക മസ്റ്ററിങ് എല്ലാ വർഷവും നടത്തപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സമയമായിട്ടില്ല എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ കഴിഞ്ഞ വർഷം മസ്റ്ററിങ് ചെയ്ത ആ ഒരു കാര്യത്തിന് ആനുപാതികമായിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് മുടങ്ങാതെ സർക്കാർ പറയുന്ന ആനുകൂല്യം ലഭിക്കും. ഇനി അത് വർദ്ധിപ്പിച്ചെങ്കിൽ പോലും ആ തുകയിൽ തടസ്സമില്ലാതെ തന്നെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ തുക സുരക്ഷിതമായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. ഇനി പെൻഷനുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം വരുമാന സർട്ടിഫിക്കറ്റ് ചിലരോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള സമയപരിധി ഈ ജൂൺ മാസം 30 അവസാനിക്കും. വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാവരും കൊടുക്കണമെന്നുള്ള നിർദ്ദേശമല്ല വന്നത്. അതായത് പഴയ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അന്ന് അവർ അപേക്ഷ വെച്ച സമയത്ത് റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ നമ്മളുടെ മുൻഗണന തെളിയിക്കുന്ന മറ്റ് രേഖകളോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഗുണഭോക്താക്കൾ ഏകദേശം 2.5 ലക്ഷം വരുമെന്നായിരുന്നു മുൻ സർക്കാർ അറിയിച്ചിരുന്നത്. അവർക്ക് ഡിസംബർ മാസം മുതൽ പെൻഷൻ തടസ്സപ്പെടുകയും ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ മുൻ സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചു. 2026 ജൂൺ മാസം 30 വരെ വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വരുമാന സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് നമ്മളുടെ പഞ്ചായത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ പെൻഷൻ ഏത് പഞ്ചായത്തിലാണോ കൈകാര്യം ചെയ്യുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യമെങ്കിലും കൊടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഇനി ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടേണ്ട കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ, കൊടുക്കണമെന്ന് നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അത് പത്ര ദൃശ്യമാധ്യമങ്ങളും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ അറിയിക്കുന്നതാണ്. ആ ഒരു സമയം മാത്രം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു തടസ്സവും കൂടാതെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷനാണ് ഇത് ബാധകം. ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാവില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.